ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ് ബൽറാം. ഈ രാഹുലിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ അനുരണനങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ ബൽറാം ഡൽഹിയിൽ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാർത്താ സമ്മേളനമാണ് ഇന്നലെ നടന്നത്. അതിന്റെ അനുരണനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾ, അത് ആദ്യ രണ്ട് വാർത്താ സമ്മേളനത്തെക്കാൾ ഏറെ ഗൗരവതരമായ ആരോപണങ്ങൾ, ശക്തമായ തെളിവുകൾ നിരത്തിയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഭരണം തന്നെ ഇത്തരത്തിൽ വോട്ട് അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തു, ഏതാണ്ട് 25 ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തു എന്ന ആരോപണമാണ്. ഹരിയാന എന്ന സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പൂർണ്ണമായും തന്നെ വ്യാജമാണെന്നും അസംബന്ധമാണെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഹരിയാന ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഇന്നലെ വൈകിട്ട് രാഹുലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉടൻ ഉണ്ടാകും, വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും അത്തരത്തിലൊരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഈ ആരോപണങ്ങളെ തള്ളിയിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന പ്രതികരണമാണ് വന്നത്. കഴിഞ്ഞ ദിവസം BJP ദേശീയ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ആരോപണങ്ങൾ തള്ളിയെങ്കിലും വസ്തുതകൾ നിരത്തിയുള്ള ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അതിനേക്കാൾ ഉപരി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇതിൽ പ്രതികരണങ്ങൾ വരേണ്ടത്. ആ പ്രതികരണം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് UPA സഖ്യകക്ഷികൾ അടക്കം DMK അടക്കമുള്ള പാർട്ടികൾ രാഹുലിന്റെ ആരോപണത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ പട്ടികയും അന്തിമ വോട്ടർ പട്ടികയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട് എന്നുള്ള ആരോപണം എന്ന സംശയവും രാഹുൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഡൽഹിയിൽ നിന്നും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഒമർ ഖാലിദ് അടക്കമുള്ള 4 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഡൽഹി പോലീസ് അതിനെ ശക്തമായി എതിർക്കുമ്പോൾ തങ്ങൾക്കതിൽ പങ്കില്ല, അതിൽ ആ സമയത്ത് ഡൽഹിയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഒമർ ഖാലിദ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഇന്നും സുപ്രീം കോടതിയിൽ നടക്കും. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇന്നും രാജ്യ തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി ബൽറാം. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.